ഹായ് ഫ്രണ്ട്സ്, നമുക്കിതൊരു ചെട്ടിനാട് വിഭവമായ അരച്ചപ്പം അല്ലെങ്കിൽ എന്ത് പറയുന്നത് അരച്ച് അപ്പത്തിനുണ്ടാക്കുന്ന ദോശയില്ലേ, ചെട്ടിനാട് ദോശയാണ് അത്. അരച്ചപ്പം എന്നൊക്കെ പറയും. അതിന് വേണ്ടുന്ന ചേരുവകൾ 1/4 കപ്പ് ഉഴുന്ന്, 1/4 കപ്പ് പരിപ്പ്, 1 കപ്പ് അരി, പിന്നെ ഉണക്കമുളകും ചെറിയ ഉള്ളി. ഇതെല്ലാം കൂടി കഴുകി ഒരുമിച്ച് വെള്ളത്തിലിട്ട് വയ്ക്കാം. പരിപ്പ് ഉഴുന്നും വേറെയായിട്ടും നിങ്ങൾക്ക് വയ്ക്കാം. 1.5 മണിക്കൂർ കുതിർത്താൽ മതി. പിന്നെ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് 2 മുട്ട നമ്മൾ ചേർക്കുന്നുണ്ട്. അരി വെള്ളത്തിൽ കുതിരാനിടുക, പരിപ്പ് ഉഴുന്നും കുതിർക്കുക. ഇനി പരിപ്പും ഉഴുന്നും കഴുകി വാരി ചെറിയ ഉള്ളി ഉണക്കമുളക് ചേർത്തൊന്ന് അരയ്ക്കുക. മിക്സിയിൽ വന്നിട്ട് അരഞ്ഞ ശേഷം അതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ പുറമെ നമ്മൾ അരി കഴുകി വാരി ചേർത്ത് കൊടുക്കുക. അരിയിൽ ആ വെള്ളം ചേർക്കാറില്ല, വേറെ വെള്ളം ചേർത്ത് അരയ്ക്കണമെന്നുണ്ടെങ്കിൽ അരയ്ക്കത്തുള്ളൂ. അരയാനുള്ള വെള്ളം പുതിയ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതാകുമ്പം തലേ ദിവസം നമുക്ക് ദോശയ്ക്ക് അരയ്ക്കാൻ മറന്നുപോയി, സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ കറണ്ട് പോയെങ്കിൽ പോലും നമുക്ക് രാവിലെ ആണെങ്കിലും അതങ്ങ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനാവശ്യമുള്ള ഉപ്പ് ഞാനിപ്പോൾ പിങ്ക് സാൾട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കായവും കൂടി ചേർത്ത് കൊടുത്തു. അരയാനുള്ള ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കുക. ദോശയ്ക്ക് അരയ്ക്കുന്ന പോലെ തന്നെ അരച്ചെടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം പോരാന്നുണ്ടെങ്കിൽ ആ ജാറ് കഴുകുന്ന വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ദോശമാവ് അരച്ചതും അതിനോടൊപ്പം തന്നെ ആ ജാറ് കഴുകിയ വെള്ളം കൂടി ചേർത്ത് ദോശയേക്കാൾ അല്പം കൂടി ലൂസായിരിക്കണം. കാര്യം പാലപ്പച്ചട്ടിലൊഴിച്ച് കറക്കുമ്പം കറങ്ങി വരണം. ഈ മാവ് നന്നായിട്ട് ഒഴുകി കിട്ടണം. അതിന് വെള്ളം അല്പം കൂടുതലാണ് കേട്ടോ. ദോശയേക്കാളും ഒരല്പം ലൂസ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമുക്ക് മാവ് അരച്ച് വെച്ചു. ഇനി ചട്നിക്കുള്ള കാര്യം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചു. അപ്പോൾ ഇന്ന് വെളുത്തുള്ളി ചട്നിയാണ്. അപ്പം 2-3 അല്ലി വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച്. ഞങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമായതുകൊണ്ട് 2-3 അല്ലി വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. പിന്നെ എരിവിനുള്ള മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി, ഇത് ചേർത്ത് വെള്ളം ചേർക്കാതെ ജസ്റ്റ് ക്രഷ് ചെയ്ത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങയുടെ കട്ട ചട്നിയാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ വെള്ളം ചേർക്കാതെ എടുക്കുന്നത്. ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക. ഈ പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇനി നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ 1-2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആ കുത്തലുണ്ടാവത്തില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അരച്ചപ്പത്തിലേക്ക് കിടക്കാം. അരച്ചപ്പം എന്ന് പറയും, സ്പൈസി അപ്പം എന്ന് പറയും, ചെട്ടിനാട് ദോശ എന്ന് പറയും. ഇപ്പോൾ ചമ്മന്തി റെഡിയായി. അപ്പം ഇനി നമുക്ക് അപ്പം ഒഴിക്കാം. ഒരു തവി ഒഴിക്കുക, നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. കണ്ട് ഈ ചുറ്റിക്കാനുള്ള വെള്ളം വേണമെന്നാണ് നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം. ചുറ്റിച്ച് വെച്ചു. മൂടി വയ്ക്കണമെന്നില്ല, കാരണം 2 വശം തിരിച്ചും മറിച്ചിട്ടെടുക്കുന്നതുകൊണ്ട് മൂടി വയ്ക്കണമെന്നില്ല. പിന്നെ ആവശ്യമുള്ള നല്ലെണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിലും മതി, കുഴപ്പമൊന്നുമില്ല. ഓരോരുത്തരുടെ രുചിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെട്ടിനാട് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം കൂടി ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാം. ഒരെണ്ണമായി ഒരെണ്ണം കൂടി ഒഴിക്കാം. അതേപോലെ തന്നെ ദോശക്കല്ലിലും ചെയ്യാം കേട്ടോ. അപ്പം പാലപ്പം കിട്ടുന്ന ചെയ്യണമെന്നില്ല, ദോശക്കല്ലിലും ദോശ രൂപത്തിൽ ഒഴിച്ച് എടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ ചെട്ടിനാട് ദോശയും വെളുത്തുള്ളി ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നുണ്ടാക്കുന്ന ഒരു വിഭവമാണ്. ഒരു 1.5 മണിക്കൂറുണ്ടെങ്കിൽ നമുക്ക് കാര്യം നടക്കും. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പം ഞാൻ വെളുത്തുള്ളി ചമ്മന്തിയും കൂട്ടി ഈ 2 ദോശ ഞാൻ ഒരു പിടുത്തം പിടിക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ വിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.